ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്സാപ്പ്. അപ്പോൾ എല്ലാം അച്ഛന്മാർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്സാപ്പ്. അപ്പോൾ ഗൈസ് എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ അടിച്ചു പൊളിച്ചിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവൻ്റെ അവിടെ വൈക്കോല് പിന്നെയാണ് സുഹൃത്തുക്കളെ. എടാ മണിക്കുറ്റി, നീ വൈക്കോല് തിന്നടാ, വൈക്കോല് തിന്നടാ മണിക്കുറ്റീനി. ജോണി മോനെ ജോണി, യു ആർ മൈ കണ്ണൻ മാണി. മണിക്കുറ്റീനി വായിക്കോല് തിന്നടാ, മണിക്കുറ്റീനി വായിക്കോല് തിന്നടാ, മണിക്കുറ്റീനി വായിക്കോല് തിന്ന് അടിച്ചു പൊളിയടാ മണിക്കുറ്റീനി. ഇവൻ വൈക്കോല് തന്നെയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ വഴിയെ പറയാം നിങ്ങളോട്. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഈ മൊബൈൽ കളിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ മുഴുവൻ പറഞ്ഞുതരാം. ഈ മൊബൈൽ കളിക്കുന്ന പിള്ളേരുടെ കണ്ണിന് ഭയങ്കര ഇതായിരിക്കും ഗൈസ്. എന്ന് വെച്ചാൽ ഈ രാവിലെ തൊട്ട് രാത്രി വരെ മൊബൈലിൽ കളിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഈ കേരളത്തിനും പുറത്തും എല്ലാം അടുത്ത്. അപ്പോൾ ഈ മൊബൈൽ കളിക്കുന്നവരുടെ കണ്ണ് വേദനിക്കും. സത്യം പറഞ്ഞാൽ ഈ ചെറിയ മൊബൈലൊക്കെ ആണെങ്കിൽ, ചെറിയ മൊബൈലിൽ കളിക്കുന്ന ആൾക്കാരുണ്ട് ഈ ചെറിയ ഫോണിലൊക്കെ. അപ്പോൾ അവർക്ക് കണ്ണ് വേദന എടുക്കും. അപ്പോൾ ഈ കണ്ണ് വേദന മാറാനായിട്ടുള്ള ഒരു മറുമരുന്നാണ് ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം മരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഇതാണ് ഗൈസ് ആ മരുന്ന്. അപ്പോൾ ഗൈസ് തമാശ പറയുന്നതല്ല ഗൈസ്, ഇതാണ് ആ മരുന്ന്. ഇതാണ് ഗൈസ് തുളസി ഇല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ സാധനം നിങ്ങൾ രാവിലെയും വൈകിട്ടും ഉച്ചക്കും കണ്ണിലൊഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ 3 നേരം ഒഴിച്ചാൽ അത്രയും നല്ലത്. രാവിലെ വൈകിട്ടും എന്തായാലും നിങ്ങൾ ഒഴിച്ചാൽ നിങ്ങളുടെ കണ്ണിന് നല്ല സുഖമായിരിക്കും ഗൈസ്. കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് വരും. അജാതി സാധനമാണ് ഗൈസ് ഇത്. ഭയങ്കര പവർഫുൾ സാധനമാണ് ഈ തുളസി ഇല എന്ന് പറയുന്ന സാധനം. കണ്ണിലൊഴിച്ചാൽ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന് വരും ഗൈസ്. അപ്പം നിങ്ങൾ രാവിലെയും വൈകിട്ടും കുറച്ച് പറിച്ചെടുക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ ഇട്ട് തിരുമ്മുക, എന്നിട്ട് ഇങ്ങനെ അമർത്തുക, സ്പൂണിൽ നീര് എടുക്കുക. വെള്ളം കൂട്ടരുത്, മെയിനായിട്ട് വെള്ളം കൂട്ടരുത്, പിഴിയാൻ വേണ്ടിയായിട്ട്. പറിച്ചെടുത്തിട്ട് പിഴിഞ്ഞ് എടുക്കുക. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്പൂൺ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈ കൊടുത്ത് കണ്ണിൽ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ണിൽ വെച്ചാൽ മതി. രാവിലെ വൈകിട്ടും എന്തായാലും ചോദിച്ചാൽ പിന്നെ നിങ്ങളുടെ കണ്ണിന് നല്ല സുഖമായിരിക്കും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാനാണ് പറയുന്നത്, ഞാൻ പരീക്ഷിച്ചിട്ടാണ് പറയണം. പിന്നെ മുഖക്കുരു മാറണമെങ്കിൽ ഇത് പിഴിഞ്ഞതിന് ബാക്കി തന്നെ സാധനം ഉണ്ടാവും, ബാക്കി ആ ഇല, അത് മുഖത്തിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. മുഖക്കുരുവും ചിലപ്പോൾ മാറും. ഞാൻ ഇന്നലെ പെരട്ടി ഗൈസ്, മാറിയെന്ന് എനിക്ക് തോന്നണേ, എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് അതാണ് മണിക്കുറ്റി. അപ്പോൾ അതാണ് തുളസി ഇല. നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും തുളസി ഇലയുടെ പവർ എന്താണെന്ന്. കണ്ണുവേദനയും കണ്ണിപ്പീളൊക്കെ ഉള്ളവർക്ക് അത് ഇടാൻ ഗൈസ്. ഈ മൊബൈലിൽ കളിക്കുന്നവർക്കാണ് ഞാൻ മെയിനായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. കണ്ണിന് കേടാണ് മൊബൈൽ കളിക്കുന്നത്. മൊബൈൽ കേടാണ്, എന്നാലും മൊബൈൽ കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിക്കുമ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കുമല്ലോ. കണ്ണിന് ഭയങ്കര വേദനയൊക്കെ എടുക്കുമ്പോൾ ഇത് പിഴിഞ്ഞ് കഴിച്ചാൽ മതി, സെറ്റാണ്. ഞാൻ പരീക്ഷിച്ചിട്ട് പറയണേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാക്കയെന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു വണ്ടർഫുൾ വീഡിയോ ഇടട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അവനീഷ് സൈനിങ് ഔട്ട്. ബൂം.